ധന്യ, ഇന്നലെ പാകിസ്ഥാനിൽ ഒരു ട്രെയിന് അതേപോലെ തന്നെ ബലൂച്ച് ആർമി അറ്റാക്ക് ചെയ്യുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകളെ ബന്ദികളാക്കിയെന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഈ ബലൂച്ച് ആർമിയുമായി ബന്ധപ്പെട്ട് ബലൂചിസ്ഥാൻ വേണം എന്നതാണ് അവരുടെ ആവശ്യം. ഇതും ഈ പാകിസ്ഥാന്റെ സൈന്യവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും 2ആയോ 3ആയോ വിഭജിക്കപ്പെട്ടേക്കാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ബലൂച്ച് ആർമിയുമായി മുട്ടി നിൽക്കാൻ പാകിസ്ഥാന് പലപ്പോഴും സാധിക്കാതെ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലെ? തീർച്ചയായിട്ടും വാർത്ത. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരാണ് ഈ ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ പിടിച്ചെടുത്തത്. 400 യാത്രക്കാരെ ബന്ദികളാക്കി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 214 യാത്രക്കാരെ ബന്ദികളാക്കി. അതിൽ 30 സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. പാകിസ്ഥാനോട് മുട്ടാൻ ബലൂചിസ്ഥാന് എങ്ങനെയാണ് ധൈര്യം എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും ഈ ബലൂചിസ്ഥാൻ കുറച്ച് നാളുകളായി പ്രശ്നത്തിലാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. 7ഓളം പ്രവിശ്യകൾ, ബലൂചിസ്ഥാനിലെ 7ഓളം പ്രവിശ്യകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടുകയാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട. അവർക്ക് ഇന്ത്യയുമായാണ് കുറച്ച് കൂടുതൽ അടുപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനോടൊപ്പം നിൽക്കണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഇതാണ് അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ പാകിസ്ഥാനെ കടന്നാക്രമിക്കാനൊക്കെ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ബലൂചിസ്ഥാനിലെ ആർമിക്ക് വലിയ രീതിയിലുള്ള ഈ സുരക്ഷാ കവചങ്ങളോ ആയുധങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ പെടുന്നതിന് അവർക്ക് ആയുധങ്ങൾ കിട്ടുന്നു, സുരക്ഷാ കവചങ്ങൾ കിട്ടുന്നു. എന്തിനും തയ്യാറായി നിൽക്കുന്ന ലിബറേഷൻ ആർമിയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് ഇന്ത്യ ബലൂചിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. റോയും ഇന്റലിജൻസും ഒക്കെ ബലൂചിസ്ഥാനോടൊപ്പമാണോ? ഇന്ത്യൻ ആഭ്യന്തരം ഈ ആഭ്യന്തരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയൊക്കെ ബലൂചിസ്ഥാനോടൊപ്പമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇന്ത്യ ഒപ്പമില്ലെങ്കിൽ ഇത്ര ധൈര്യം പാകിസ്ഥാനെ നേരിടാൻ ബലൂചിസ്ഥാൻ ഉണ്ടാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അജ്ഞാതൻ ഇതിന്റെ പുറകിലുണ്ടോ എന്നുള്ളത്. കാരണം ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് നുഴഞ്ഞു കയറി ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ സുരക്ഷിതമായി ജീവിക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബൈക്കിലും ലോറികളിലും ഓട്ടോറിക്ഷകളിലും ഒക്കെ എത്തി അജ്ഞാതൻ വന്ന് വെടിവെച്ചിട്ടിട്ട് അജ്ഞാതൻ ഒരു പോറലും പോലും ഏൽക്കാതെ എവിടേക്കോ മറയുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഇപ്പൊ അജ്ഞാതൻ ഒരു പേടി സ്വപ്നമാണ്. എവിടെ കൂടെ എപ്പോൾ എങ്ങനെ വന്ന് തീർത്തിട്ട് പോകുമെന്നറിയില്ല. ഇതിന്റെ പിന്നെ അജിത് ഡോവലിന്റെ കരങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഡോവലിനെ നമുക്കറിയാം, പാകിസ്ഥാനിൽ ചാരനായി നിന്നുകൊണ്ട് 7 വർഷത്തോളമാണ് അദ്ദേഹം ചാരനായി പാകിസ്ഥാനിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ധൈര്യം അജിത് ഡോവലിനുണ്ട്. അതുകൊണ്ട് അജിത് ഡോവലിന് പാകിസ്ഥാനെ ഭയമില്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഭയമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തതിന് ഉടൻ തന്നെ ഈ ബലൂചിസ്ഥാൻ ആർമി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞങ്ങളാണിത് ചെയ്തത്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യൂ എന്ന് പാകിസ്ഥാനെ വെല്ലുവിളിക്കുക കൂടി ചെയ്തു എന്നാണ്. 240 പേരെ ബന്ദികളാക്കുകയും 30 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. സുരക്ഷാ സേന പിന്മാറിയില്ലെങ്കിൽ എല്ലാ ബന്ദികളെയും വധിക്കുമെന്നാണ് വിഘടനവാദി സംഘടനകൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബലൂചിസ്ഥാനിലെ കൊച്ചിയിൽ നിന്ന് യാത്ര ആരംഭിച്ചതിന് ശേഷമാണ് പെഷവാറിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ടതെന്നും അതിലുണ്ടായിരുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ സർക്കാർ പറയുന്നുണ്ട്. ഒരു വിദൂര സ്ഥലത്ത് നടന്ന തീവ്രമായ വെടിവയ്പ്പിനെ തുടർന്ന് ട്രെയിൻ പാളം തെറ്റിയ ശേഷം നിയന്ത്രണം ഏറ്റെടുത്തതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നുണ്ട്. ബലൂച്ച് ഉദ്യോഗസ്ഥരോ റെയിൽവേയോ ഇതുവരെ ആളപായമോ ബന്ദികളുടെ അവസ്ഥയോ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ സൈനികരുടെയും ഡോക്ടർമാരുടെയും അധിക സേനയുമായി ഒരു ദുരിതാശ്വാസ ട്രെയിനും സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആംബുലൻസുകളും അയച്ചിരുന്നു. എന്നാൽ പർവ്വതനിരകളും ദുർഘടമായ ഭൂപ്രകൃതിയും കാരണം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ വർഷങ്ങളായി കലാപവുമായി മല്ലിടുകയാണ്. അടുത്തിടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. എണ്ണയും ധാതുക്കളും നിറഞ്ഞ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്നാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത്. പാകിസ്ഥാൻ സർക്കാരിന്റെ വിവേചനവും ചൂഷണവും ഇനി നേരിടാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ്
ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നിൽ നിൽക്കുന്നത്. പിന്നിൽ ഇന്ത്യയുമുണ്ട്, ഇന്ത്യൻ സൈനികരുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പാകിസ്ഥാൻ രണ്ടായി പിളരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പാകിസ്ഥാൻ രണ്ടായി പിളർന്നായിരിക്കും. പാകിസ്ഥാന്റെ അഹങ്കാരം മുഴുവൻ അവസാനിക്കും എന്നുള്ളതാണ്. കാരണം തീവ്രവാദത്തിൽ ഞങ്ങളെ തകർക്കാൻ ആരുമില്ല, മറ്റൊന്നിലുമല്ല, തീവ്രവാദത്തിൽ ഞങ്ങളെ തകർക്കാൻ ആരുമില്ല എന്ന്. കാരണം അഫ്ഗാനിസ്ഥാൻ താലിബാനും ഒക്കെ ഇവരുടെ തീവ്രവാദ പ്രവർത്തനത്തിൽ ചിലപ്പോൾ പിന്നിലായിരിക്കും. ഞങ്ങൾ മാത്രമാണ് തീവ്രവാദം വളർത്തുന്നത്, ഞങ്ങൾക്കപ്പുറം തീവ്രവാദത്തിന്റെ അതെ അതെ അത് ഞങ്ങൾ മാത്രമാണെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്തേക്കാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കയറി അങ്ങ് നിരങ്ങുന്നത് എന്നുള്ളതാണ്. അത് അവരുടെ കഴിവല്ല, പിന്നിൽ ഇന്ത്യയുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളോടല്ല ഇന്ത്യക്ക് ദേഷ്യവും വൈരാഗ്യവും അല്ലെങ്കിൽ പകയും ഒക്കെ ഇന്ത്യക്കുള്ളത്. അവിടുത്തെ തീവ്രവാദികളോടാണ്. ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത, സ്വസ്ഥമായ ജീവിതം നയിക്കാൻ സമ്മതിക്കാത്ത തീവ്രവാദികളോടുമാണ് ഇന്ത്യ പോരാടുന്നത്. അതിന് പാകിസ്ഥാനെതിരെ ആര് നിൽക്കുന്നു അവരെ സഹായിക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇങ്ങ് കേരളത്തിലും. ഇപ്പോ ഇവരൊക്കെയാണ് ഇപ്പോ ആകാശത്തോട് നോക്കിയിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നുവോ എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. അല്ല, ഇതില് ഒരു വലിയ കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു നീക്കം നമ്മളിങ്ങനെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സത്യത്തിൽ ഇന്ത്യ ഒരു തന്ത്രപരമായ ചില നീക്കങ്ങൾ നീങ്ങിയത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് താലിബാൻ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇന്ത്യക്ക് യാതൊരു കാരണവശാലും താലിബാനോട് താല്പര്യമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ആജന്മ ശത്രു എന്ന് പറയുന്ന ആരാണ്? പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ഈ ലോകത്തെ ഏതൊക്കെ തീവ്രവാദ സംഘടനകളുണ്ടോ അതൊക്കെ പാകിസ്ഥാനിലുണ്ട്. അതെല്ലാം പാകിസ്ഥാനിലുണ്ട്. മാത്രമല്ല ഹമാസിനെ വരെ വിളിച്ചു കൊണ്ടുവന്നാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അവിടെ മുദ്രാവാക്യം വിളിച്ചത്. എന്നിട്ട് പറയും ഞങ്ങളൊന്നും അറിയില്ലേ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇവിടെ തീവ്രവാദികളില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അതേ പാകിസ്ഥാനിൽ നിന്നാണ് അമേരിക്ക ലാദനെ വെടിവെച്ചിട്ട് പോയത്. അപ്പോൾ ഇന്ത്യ ഇപ്പൊ തന്ത്രപരമായി നീങ്ങുന്നു എന്ന് ഞാൻ പറയുന്നത് ഇവിടെ, അതായത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്രപരമായി ഒരു ബന്ധം ദൃഢമാക്കി. അഫ്ഗാൻ ഭരിക്കുന്നത് താലിബാനാണ് എന്ന ഒറ്റ കാരണത്താൽ ഇന്ത്യ അവരുമായുള്ള നയതന്ത്ര ബന്ധമൊക്കെ കട്ട് ചെയ്തിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റിക്കൊണ്ട് അവിടെ നയതന്ത്രപരമായി ഇന്ത്യ നല്ല ഇടപെടൽ നടത്തുകയും ഇവിടെ ഇന്ത്യയിൽ അവർക്ക് എംബസി തുറക്കാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൊടി പുറത്ത് ഇറങ്ങുന്ന സമയത്ത് താലിബാന്റെ കൊടി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കരുത്. അത് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പുറത്ത് കൊടിയുമായിട്ട് ഇറങ്ങാൻ പാടില്ല, അല്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം, സുരക്ഷ തരാം, എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, അഫ്ഗാനിൽ ഇന്ത്യൻ എംബസി തുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അഫ്ഗാൻ പറഞ്ഞു, ഇന്ത്യക്കാർക്ക് ഇവിടെ വിമാനത്തിൽ വന്നിറങ്ങുകയോ ഇവിടെ ജോലി ചെയ്യുകയോ എന്ത് വേണം ചെയ്യാം, എല്ലാ സുരക്ഷയും ഞങ്ങൾ കൊടുത്തോളാം, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുകയും ഇന്ത്യയോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അത് നയതന്ത്രപരമായിട്ടും ഈ പറയുന്ന കച്ചവട സംബന്ധമായിട്ടുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യ അത് ഓക്കെ പറഞ്ഞു. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ താലിബാൻ ഭരിക്കുന്ന സ്ഥലത്ത് ഇന്ത്യ ഇങ്ങനെ പറഞ്ഞത്? ഒറ്റ കാരണമേ ഉള്ളൂ, താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ ചില പ്രവിശ്യകൾ പിടിക്കാൻ വേണ്ടിയിട്ട് താലിബാനും പാക് ആർമിയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഈ പറയുന്ന താലിബാൻ അങ്ങോട്ട് ഇടിച്ചു കയറാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അതേ ഒരു സാഹചര്യത്തിലാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഈ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ മൂന്നായിട്ട് പാകിസ്ഥാൻ പിളരുന്നൊരവസ്ഥയിലേക്ക് പോകും. പാകിസ്ഥാൻ ഇപ്പോൾ ഈ പറയുന്ന പഴയതുപോലെ ചൈന അങ്ങനെ ആയുധങ്ങളൊന്നും കൊടുത്തു നിൽക്കുന്നില്ല. അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്ക പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന സഹായങ്ങൾ ട്രംപ് വന്നതോടുകൂടി ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കൃത്യമായി ചില ആയുധങ്ങളും അതുപോലെ തന്നെ ചില പ്ലാനിങ്ങുകളും നൽകി ബലൂജ് ആർമിക്ക് പരിശീലനം രഹസ്യമായി നൽകുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം നമുക്കറിയില്ലല്ലോ അജ്ഞാതന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും ആരൊക്കെയോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാന് നല്ല അടി കിട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ ഞാനൊരു ചാനലിന്റെ അടിയിൽ ഒരു ലിങ്ക് കണ്ടു, അതായത് ബലൂജ് ആർമി ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഡാപ്പിയുടെ രോദനം കണ്ടു. ഇത് ബലൂജ് ആർമികൾക്ക് സുഡാപ്പികളും സംഘികളുമാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് കണ്ടു. അപ്പോ സംഖ്യയിലേക്കാണെങ്കിൽ പറഞ്ഞില്ല. അപ്പൊ അതിനടിയിൽ ഒരാൾ പോയിട്ട് പറഞ്ഞു, സംഘികളും ഇന്ത്യയും പിന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നീ മേലോട്ട് നോക്കി കരഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സുഡാപ്പികൾക്ക് ഉറക്കപ്പുറതിയില്ല, കിടക്കപ്പുറതിയില്ല, അതുപോലെ അവിടെ ആക്രമിക്കപ്പെട്ട പാവപ്പെട്ട സംഘികൾക്കും കിടക്കപ്പുറതിയില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്.